പാറശാല ഷാരോൺ വധക്കേസ് പ്രതി കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്ക് കയർ. ആക്ച്വലി ഇന്നലെ ഒരുപാട് പേര് ഇതിൽ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനും പേഴ്സണലി 1-2 വാട്സാപ്പ് ഗ്രൂപ്പിലും എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇതിൻ്റെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നത് കൈൻഡ് ഓഫ് റോങ് മെസ്സേജാണ് ഈ ഒരു വധശിക്ഷയിലൂടെ സൊസൈറ്റിയിലേക്ക് എത്തുന്നത് എന്ന്. പബ്ലിക് ഔട്ട്ക്രൈ മാത്രം മുൻനിർത്തിക്കൊണ്ട് വിധിച്ച ഒരു വിധിയാണ് ഈ ഒരു കൊലക്കയർ എന്നുള്ളത്. ഈ ഒരു കേസ് റെയർ എമംഗ് ദ റെയറസ്റ്റ് ഓഫ് ദ റെയർ അങ്ങനത്തെ കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റില്ല. എന്തിനാണ് ഈ പ്രതിക്ക് കൊലക്കയർ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ഡിബേറ്റ് ചെയ്യുമ്പോൾ കുറേ ആസ്പെക്ട്സ് ഒക്കെ ഇങ്ങനെ മനസ്സിലാവും. മാറുന്ന സൊസൈറ്റിയുടെ മാറി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് ഓക്കെ, അതായത് ഈ ജയിലിൽ കടന്ന് തടവിൽ ഒറ്റയ്ക്ക് ഇരുട്ടറയിൽ 4 ചുമരിനകത്ത് നരകിച്ച് ജീവിക്കുന്നത് അതാണ് ശരിക്കും കിട്ടേണ്ടതായിട്ടുള്ള ഒരു ശിക്ഷ. അല്ലാതെ ഒറ്റയടിക്കാണ് മരിച്ചു കഴിഞ്ഞാൽ അതല്ലല്ലോ. അങ്ങോട്ട് നരകിച്ച് ജീവിക്കട്ടെ, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷെ ചില സാഹചര്യത്തിൽ ഇപ്പോൾ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഇപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ഓക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഒരു ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരാൾ കിടക്കട്ടെ, കൊലപാതകം ചെയ്താൽ അതായിരിക്കണം പണിഷ്മെൻറ്റ്. ഇപ്പോഴത്തേക്കൊരു നിയമത്തിൻ്റെ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ ജയിലിൻ്റെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് ആക്ച്വലി അവിടെയൊക്കെ ലക്ഷറി ലൈഫാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സൊസൈറ്റിയുടെ ശേഷം നിയമത്തിനോടുള്ളൊരു പേടി വേണം. ആ പേടി വരണമെന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ പബ്ലിക് ഔട്ട്ക്രൈ എന്ന് പറഞ്ഞൊരു സംഗതി മൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൊലപാതകം എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ മനഃപൂർവ്വം ഒരാളെ കൊല്ലുകയാണ്, അതും അത്രയും വിശ്വസിച്ച ആ പയ്യനെ മരിക്കുന്ന സമയം വരെ ആ പയ്യന് ഭയങ്കരമായ വിശ്വാസവും ഭയങ്കരമായ സ്നേഹവുമാണ് ഈ ഗ്രീഷ്മയോട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മുതലെടുത്ത് പെട്ടെന്നാണ് വിളിച്ചിട്ട് വിഷം കൊടുത്ത് വന്നതല്ല, ട്രൈ ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ തീർത്ത് കളയുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് റെയർ എമംഗ് ദ റെയർ ആണോ, റെയറസ്റ്റ് ഓഫ് ദ റെയർ ആണോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, പോകുന്ന ജീവൻ അവൻ്റെ വീട്ടുകാർക്ക് ആ മകനോ മകളോ റെയറാണ്, അതാണ് അതിൻ്റെ സത്യം. ആ ജീവൻ എടുക്കുക എന്നുള്ളത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമോ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമോ അല്ല. എന്താണെങ്കിലും ഇതിൽ ഭയങ്കരമായ ഡിബേറ്റ് ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു വ്യക്തി നിങ്ങളും കണ്ടു കാണും, ജസ്റ്റിസ് കമാൽ പാഷ. ഈ വ്യക്തി ചാനലിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും ജസ്റ്റിസ് കമാൽ പാഷയുടെ കുറച്ച് വീഡിയോസ് തന്നെയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിനെതിരെ തുറന്നടിച്ച് ജസ്റ്റിസ് കമാൽ പാഷ. അങ്ങനെ തുറന്നടിക്കാം. ഷാരോണിൻ്റെ കയ്യിൽ ഗ്രീഷ്മയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. അത് കാട്ടി അവസാനം ഭീഷണിയും ഉണ്ടായി. ഈ കുട്ടി കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ ലൈസോൾ എടുത്തു കുടിച്ച് ആശുപത്രിയിലായിട്ടുണ്ട്. ഗ്രീഷ്മയെ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്ന സമ്മർദ്ദം ഷാരോണിൽ നിന്ന് സംഭവിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിൽ ജോർജ് ജോസഫും വന്നിട്ട് ഈ ഒരു വിധി ശരിയായില്ല എന്ന് പറഞ്ഞു. ഗ്രീഷ്മയ്ക്ക് 24 വയസ്സല്ലേ ഉള്ളൂ, വധശിക്ഷ വേണ്ടായിരുന്നു, ഷാരോണിനും തെറ്റുപറ്റി എന്നൊക്കെയാണ് കമാൽ പാഷ പറയുന്നത്. അല്ലെങ്കിൽ കമാൽ പാഷ ഇന്നലെ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഈ പബ്ലിക് ഔട്ട്ക്രൈ സമൂഹത്തിന് എന്താ ആവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം. ആ ഓരോ പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസും എടുക്കണം. CRPCയിൽ ആ അമെൻമെൻ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം എന്നുള്ളതാണ്. ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ഇതിനകത്ത് എന്താ സ്പെഷ്യൽ ഫാക്ട്സ്? നമുക്ക് പറയാം ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ്, അതായത് നേരത്തെ ഉറപ്പിച്ച ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഈ 364 വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അബ്ഡക്റ്റ് കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ആരെ അബ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ വയ്യ. ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു കേസ്, ഒരു മർഡർ കേസ്, അതിലൊരു വിധി വരുമ്പോൾ
അതിൽ ശരിക്കും സമൂഹത്തിനൊരു മെസ്സേജ് ഇല്ലാത്തതായിരുന്നില്ലേ ഇത്ര കാലത്തെ പ്രശ്നം എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം ഇവിടെ ഒരാളൊരു കൊലപാതകം നടത്തുന്നു. ഇതേ ഗ്രീഷ്മ തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഇനി ഏറിപ്പോയ ജീവപര്യന്തം കിട്ടും, 38 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും, ഞാൻ ജീവിക്കും. ഇതായിരുന്നു ഗ്രീഷ്മ പോലീസുകാരോട് പറഞ്ഞു എന്ന് പോലീസുകാർ നമ്മളോട് മീഡിയ വഴി അറിയിച്ചത്. അപ്പം ഇങ്ങനത്തെയൊക്കെ മൈൻഡ് സെറ്റാണ് പല ക്രിമിനൽസിനും ക്രൈം ചെയ്തതിന് ശേഷം ഇവിടെയുള്ളത്. സൊസൈറ്റി ഇത് നോക്കി കാണുമ്പോൾ എന്താ അവസ്ഥ? ആർക്കാരെ വേണമെങ്കിൽ കൊല്ലാം, പ്രത്യേകിച്ച് കാര്യമൊന്നും, നല്ല വക്കീലും കയ്യിൽ കാശും ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. ഇനി അതില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 10-15 കൊല്ലം കിടക്കാം, ഒരു 20 കൊല്ലം കിടക്കാൻ ഇറങ്ങിപ്പോരാ. ഈ കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നല്ല നടപ്പ്, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വേണമെങ്കിൽ വർഷത്തിൻ്റെ എണ്ണം കുറയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പരവുള്ള ഇറങ്ങി വരാം. പല സ്കീമുകളാണ്, മനസ്സിലായി. ചില സമയത്ത് കോടതി വിധികൾ സ്ട്രോങ് ആയിട്ട് വന്നാൽ, ഇപ്പം ഇന്നലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ ഒരു കേസിൽ കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്ക് കയർ. എടേ, അത് കുറച്ച് പേർക്കെങ്കിലും ഒരു മെസ്സേജാണ്. മനഃപൂർവ്വമായിട്ട് ഒരാളെ ഇല്ലാതാക്കാൻ, കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് നാളെ എന്താവും? ചെറിയൊരു പേടി വരും മനസ്സിനകത്ത്. ഓ, കൊന്നു കഴിഞ്ഞാലോ, ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഞാൻ പെടുവോ, നമ്മളെ ജീവനും എന്നുള്ളൊരു സംഗതി വരും. ചില കേസുകൾ നല്ലത് തന്നെയാണ്. ഈ കേസിലിപ്പോൾ ഞാൻ നോക്കിക്കാണുന്നത് നല്ലതാണ്. പിന്നെ റെയർ ഓഫ് ദ റെയറസ്റ്റ്, റെയർ എമംഗ് ദ റെയറസ്റ്റ്, ഇത് റെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ച ഷാരോൻ്റെ വീട്ടുകാർക്ക് ഷാരോൺ റെയറാണ്, മനസ്സിലായോ? എല്ലാ അച്ഛനമ്മയ്ക്കും ഷാരോണിൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ ഷാരോൺ റെയറാണ്. അങ്ങനെയുള്ളൊരു മകനെ അല്ലെങ്കിൽ ഏട്ടനെ, അനുജനെ, സുഹൃത്തിനെ കൊന്നുകളയത്, അതും വെറുതെ വീട്ടിലേക്ക് വിളിച്ചാണ് കഷായം കൊടുത്തത്, പ്ലാൻ ചെയ്ത് കൊന്നു കളഞ്ഞാണ്. വിശ്വാസം മുതലെടുത്ത് അതിൽ വഞ്ചന കളർത്തി കൊന്നു കളഞ്ഞാണ്, മനസ്സിലായോ? അപ്പം പിന്നെ ഇതിനകത്ത് ഗ്രീഷ്മേനെ ഇനിയിപ്പോൾ 24 വയസ്സല്ലേ, ഇത് റെയറാണോ, കൊലക്കയർ കൊടുക്കണോ എന്നുള്ളതൊക്കെ ചോദിച്ചു വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ശരിക്ക് ബാക്കിയുള്ള സൊസൈറ്റിയിലുള്ളവർക്ക് എന്താ പറയുക, ഓ, നാളെ ഞാനൊരു കൊലപാതകം നടത്തിയാലും എൻ്റെ വയസ്സൊരു ഫാക്ടറായിട്ട് വരും, നാളെ ഞാനൊരു കൊലപാതകം നടത്തിയാലും എനിക്ക് വേണ്ടി സംസാരിക്കാനും 10 പേര് വരും എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിച്ചിട്ട് കൊലപാതകത്തിലേക്ക് ഇറങ്ങില്ല എന്നൊരു പറയാൻ പറ്റൂ. ഇവിടെ സിനിമ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടോക്കുകളൊക്കെ അത് ഇൻഫ്ലുവൻസ് ആവില്ലേ? ഒരു ക്രിമിനൽ നാളെ ഇതൊക്കെ ഒന്നും വേണ്ട, ഇവർ തന്നെ ഹൈക്കോടതി പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അടിയും, അല്ലേ നടക്കാൻ പോണ്. അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങോട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ്, അതെടുത്ത് കുടിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഇത് മരിച്ചു പോകുന്നുള്ള ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി ആരാക്കി ഈ കേസിനകത്ത്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി, പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി, വളരെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു, ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി. അവസാനം ഇതിന് ആദ്യം ഒരു തവണ അങ്ങ് പോയി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, പിന്നെ നിവൃത്തിയില്ല, അതിന് വേറെ മാർഗ്ഗമില്ല. ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ, ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു. അവസാനം നിവർത്തിയില്ല, ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോരായി. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർത്തമാനമായി. അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു. അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഇനി അധികം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് മാറും, അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം, ഇങ്ങനെ കൺഫെഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതങ്ങ് നിർത്തി, വേറെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നതാണെന്നും ഇതെന്തുവാ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത്. എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തുവാന്ന് ചോദിച്ചു, ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. ഇത് അന്തസ്സായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും, അത് കൺഫെഷനായിട്ടതുകൊണ്ട് യൂസ് ചെയ്യരുത്, ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞില്ല. ഒരു ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്
ഓക്കെ, ഇങ്ങേര് തന്നെ ഇങ്ങേരുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ഇടയിൽ പറയുന്നുണ്ട് എനിക്കറിയാൻ പാടില്ല, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയാൻ പാടുമോ സാർ? നിങ്ങൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഗ്രീഷ്മ ഏതോ പുണ്യവതി, അന്തസ്സോടെ എടുത്തു കൊടുത്തു എന്നാ പറയുന്നത്. വിഷം, കഷായത്തിൽ വിഷം അന്തസ്സോടുകൂടി എടുത്ത് ഷാരോണിന് കൊടുത്ത അന്തസ്സുള്ള ഗ്രീഷ്മ. ഒന്നും പറയാനില്ല സീരിയസ് ആയിട്ട്. കാരണം എന്താ അറിയോ, ഓക്കെ, ഇവിടെ ഞാൻ ഒരു ജസ്റ്റിസാണ്, എനിക്ക് നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പല വിധികളും വിധിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാനുള്ള കേസ്, ഇതാ പയ്യൻ്റെ ഭാഗത്ത് ഫോൾട്ട്. അവൻ ആ പെണ്ണിനെ ട്രാപ്പാക്കി, ആ പെണ്ണിൻ്റെ 4 ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ആ പെണ്ണിനെ വേറെ കല്യാണത്തേക്ക് വിടാൻ സമ്മതിച്ചില്ല. ഈ പറഞ്ഞ ഷാരോണിൻ്റെ നാട്ടിലോ ഈ പറഞ്ഞ ഗ്രീഷ്മേൻ്റെ നാട്ടിലോ ഏതൊക്കെ മീഡിയ പോയി അന്വേഷിച്ച സമയത്തും ഈ ഷാരോൺ ഈ ഗ്രീഷ്മയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊട്ടോ പൊടിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേരെ മറിച്ച് ഗ്രീഷ്മ 4ഉം 5ഉം പ്രേമോ ഒക്കെ അവരുടെ ഇഷ്ടം, അവർ പ്രേമിക്കാതിരിക്കെ പ്രേമിച്ച സമയത്തുണ്ടായിരുന്ന ആ പയ്യൻ തന്നെ വന്ന് പറയുന്നു ഇവള് ഡേഞ്ചറാണ്. അങ്ങനെ വരെ പറഞ്ഞ് വീഡിയോസ് കിടക്കുന്നുണ്ട്. എന്നിട്ടും കമാൽ പാഷയെ പോലുള്ളവർക്ക് ഗ്രീഷ്മ ഒരു പുണ്യാത്മാവാണ്, നാളെ കൊണ്ടുപോയിട്ട് 4 ചില്ലിട്ട് വെക്കേണ്ട ഒരു പുണ്യ സ്ത്രീയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 24 വയസ്സ് 23 വയസ്സ് ഇങ്ങനെ ചെറിയ വയസ്സാവും. ഗൂഗിളിൽ നോക്കി എന്ത് കൊടുത്താൽ എങ്ങനെയൊക്കെ ഒരാൾ തീർന്നു പോകും എന്നുള്ളത് പഠിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ജ്യൂസിൽ കൊണ്ടുപോയി കലക്കുന്നു, അതിനുശേഷം കഷായത്തിൽ കൊണ്ടുപോയി കലക്കുന്നു, അത് പെർഫെക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇയാളെ തീർത്ത് കളയുന്നു. അത്രയും ക്രൂക്കഡ് ഷ്രൂഡഡ് മൈൻഡായിട്ടുള്ള ഒരു ബോൺ ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ ആ വ്യക്തിയെ വീണ്ടും വന്നിരുന്നിട്ട് വെള്ള പൂശുമ്പോൾ, നിങ്ങളപ്പുറത്ത് മരിച്ചു പോയ ഒരു പയ്യൻ്റെ ഫാമിലി ഉണ്ട് എന്ന്, നിങ്ങൾ ഇരിക്കുന്ന ഡിബേറ്റിനകത്ത് തന്നെ ആ മരിച്ചു പോയ പയ്യൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതെന്നൊന്നും നിങ്ങൾ നോക്കാതെ, ഈവൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതല്ലേ സാർ? അതിനകത്ത് എവിടെയെങ്കിലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ അടുത്ത് ഈ പയ്യൻ ഈ പറഞ്ഞ പെണ്ണിനെ അടിച്ചതായിട്ടോ ഇവളുടെ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തിയതായിട്ടോ ഒക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രീഷ്മേൻ്റെ സൈഡ് വാദിക്കുന്നവരത് കൊണ്ടുവന്നിട്ട് വാദിക്കില്ലേ സാർ? അത് നടന്നോ? ഇല്ലല്ലോ, അത് നടന്നില്ല. പിന്നെ ഈ പറഞ്ഞ ലൈസോൾ കേസ്, ഏതെങ്കിലും ഒരാൾ ഉടായ്പ് പറഞ്ഞു കൊടുത്തായിരിക്കും നീ അതിനകത്ത് ലൈസോൾ എടുത്ത് കൂടി ആത്മഹത്യാശ്രമം, നിനക്ക് എന്ത് കിട്ടും? കുറച്ചു കാലം ഹോസ്പിറ്റലിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കാം. പിന്നെ ഈ ഗ്രീഷ്മ വായ തുറന്ന സത്യം മാത്രം പറയുന്ന സത്യവതിയൊന്നും അല്ലല്ലോ, ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ പറയുന്ന ഗ്രീഷ്മ ഈ മരിക്കാൻ നേരത്ത് കൊടുത്ത മൊഴി എന്ന് പറഞ്ഞ് കൊടുത്തത് പച്ച നുണയായി കൂടി. അല്ല, അവളെടുത്ത് കുടിക്കാൻ വെച്ച വിഷം വളരെ അന്തസ്സോട് കൂടി ഷാരോണിന് കൊടുത്തു. അവിടെ അന്തസ്സുള്ള ഗ്രീഷ്മ. എന്തോ നടയതെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചത്. ഇങ്ങനെയുള്ള ആളുകൾ വന്നിരുന്ന് ഇമാതിരി സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുക. നാളെ ഇവിടെ ഓക്കെ, പലർക്കും പല തോട്ടാണ്, 2 സൈഡ് പറയാനും അമ്മയെ തല്ലേ 2 സൈഡ് പറയാനുള്ളൊരു നാടാണ്. പക്ഷെ ഇവരുടെയൊക്കെ വർത്താനം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ പുച്ഛം തോന്നുന്നത്, പരമപുച്ഛം. കേട്ടോ, അതാ ഞാൻ പറഞ്ഞേ, അത് 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിൻ്റെ ഇമ്മച്വർ മൈൻഡ്, ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. അത് 22 വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത്. 22 വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയമൊന്നുമില്ല, പഠിക്കാൻ പിടിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ MA പാസ്സായ കുട്ടിയാണ്. അപ്പോൾ അതിനെ അതേ അറിയുള്ളൂ, അതിന് ലോകപരിചയമൊന്നും ഉള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കുമോ? കാരണം ഇത് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷം ഒഴിച്ചു കൊടുക്കുമോ? അപ്പോൾ ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ, അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം, ഇവൻ പോകത്തില്ല. ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്, ഇതാണ് കാര്യം, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്യൂർ മൈൻഡിൻ്റെ ഒരു ക്രൈമാണത്. കാരണം ഇത് നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല, അതിനറിയില്ല, അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്.
അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട് ഈ ക്രൈം. കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണോ? എൻ്റെ പൊന്ന് കമാൽ പാഷ സാർ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഒരു ചാറ്റ് വയ്ക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ കേസിൽ എന്ത് വിഷമാണ് ഈ സ്ത്രീ ആ പയ്യന് കൊടുത്തതെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഏത് രീതിയിലാണ് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ലൈസോൾ കുടിച്ച് ആത്മഹത്യാശ്രമം ഒരു നാടകമാണോ എന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാം ഈ പയ്യൻ ആ വീട്ടിൽ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ. പിന്നെ ഇവള് വിളിച്ചു വരുത്തിയത് പ്രാർത്ഥിക്കാനാണല്ലോ. കൂടെ ഇരുന്ന് നാമജപം ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ഇവള്. ഈ തേൻ പുരട്ടിയ വാക്കുകളോടെ ചതിച്ച് വഞ്ചിച്ച് കൊല്ലാൻ തന്നെ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിക്കുന്ന ഒരു പയ്യനെ വീട്ടിൽ വിളിച്ചു വരുത്തി തീർത്ത് കളഞ്ഞു. മനസ്സിലായ? ചെക്കൻ പ്രാർത്ഥിക്കാൻ പോയതോ അല്ലെങ്കിൽ ചെക്കൻ മറ്റേ ഇതിന് പോയതൊന്നുമല്ല, കാമമൂത്ത് ഓടിപ്പോയതൊന്നുമല്ല. അത്രയും അവൻ വിശ്വസിച്ച് സ്നേഹിക്കുന്ന അവള് വിളിച്ചപ്പോ പോയ അവനാണ് ഹീറോ. അല്ലാതെ അവനെ വിളിച്ചു വരുത്തി വഞ്ചിച്ച് ചതിച്ച് കൊന്നു കളഞ്ഞ അവളെ നിങ്ങൾ ഒരുമാതിരി ഹീറോ ആക്കല്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ പൊട്ടിയായ ഇമ്മച്വർ ആയിട്ടുള്ള ഈ ഒരു 23-22 വയസ്സുകാരി, ഈ പയ്യൻ മരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം, ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നിങ്ങട്ട് എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും മൂത്രം പോലും ഒഴിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം ഇല്ലാതായൊരവസ്ഥ, ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പയ്യൻ കിടക്കുമ്പോൾ ഈ പയ്യൻ ഇവക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതാ ഞാൻ ഇതിൻ്റെ ചാറ്റ് ഡീറ്റെയിൽസ് ഇവിടെ സൈഡിൽ വയ്ക്കാം. എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ഇവന് എന്താണ് കലക്കിക്കൂടുക? ഇയാൾ പറയുന്ന പോലെ ഒരു ഇമ്മച്വറാണ്, പറ്റിപ്പോയി എന്നുള്ളൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഇവന് വയ്യ, ഇവൻ ഹോസ്പിറ്റലിൽ എത്ര ദിവസം ഈ പയ്യൻ നടന്നടേ പല പല ഹോസ്പിറ്റലിലായിട്ട്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴടക്കം ഇവൻ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്, ഇവൻ ചാറ്റ് ചെയ്ത് പറയുന്നുണ്ട് ജ്യൂസിൽ എന്താ സംഭവിച്ചത്, കഷായത്തിൽ എന്താ സംഭവിച്ചത്. ഇവൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇച്ചായ കുച്ചായ എന്ന് വിളിക്കാതെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറ്റിപ്പോയി, സംഭവിച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ ഇയാളുടെ വേർഷനിൽ, കമാൽ പാഷയുടെ വേർഷനിൽ നോക്കുമ്പോൾ ഞാൻ കുടിക്കാൻ വെച്ചത് നിനക്ക് ഞാൻ തന്നു. ഇങ്ങനെയല്ലേ പറയട്ടെ, ഇമ്മച്വർ ആയിട്ടുള്ള ആണെങ്കിൽ ഇതാണ് പറയുക സാർ. അല്ലാതെ ഇതൊക്കെ ഇവൻ്റെ മരണം വരെ ആസ്വദിച്ച ഒരുത്തിയാണ് ഈ ഗ്രീഷ്മ. ഇഞ്ചിഞ്ചായിട്ട് ഈ ഷാരോൺ മരിക്കുന്നത് ആസ്വദിച്ച ഗ്രീഷ്മ. അതെങ്ങനെ ഇമ്മച്വർ ആവും ഇപ്പോൾ? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് നിയമം അറിയാം, നിങ്ങൾ ഒരുപാട് നിയമത്തിൽ പഠിച്ച ഒരാളാണ്, എന്നേക്കാൾ കൂടുതൽ നിയമം അറിയുന്ന ആരും ഇവിടെ ഇല്ല എന്നുള്ള ചിന്താഗതി ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ നോട്ട് റയർ ഓഫ് ദ റയർ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. സാർ ഒരു കാര്യം ചെയ്യും, ഈ കൊലക്കയർ എന്തായാലും ഗ്രീഷ്മയ്ക്ക് കിട്ടില്ല. ഗ്രീഷ്മ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ 10-38 വയസ്സൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങും. സാർ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വയ്ക്കുക, എന്നിട്ട് പഠിപ്പിച്ച് നോക്കി വളർത്തുക. മക്കളാരുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലവിടെ വയ്ക്കുക. ഷീസ് എ വെരി ബ്രില്യൻ്റ് ആൻഡ് ഗുഡ് ഗേൾ. ഒരു സ്പെഷ്യൽ ഫാക്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാരണം അതിന്റെ സർക്കംസ്റ്റാൻസ് അങ്ങനെയാണ്. പിന്നെ പ്രതി എന്ന് പറഞ്ഞ 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള ഈ ഷാരോണിൻ്റെ യഥാർത്ഥത്തിൽ പിടിയിൽപ്പെട്ടി കൂട്ടി അയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ബന്ധം തന്നെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചായപ്പോൾ ഈ കുട്ടിക്ക് ഇവനെ വേണ്ട, മടുത്തിട്ടുണ്ട്. വേറെ കല്യാണാലോചന വന്നു, ഒരു സൈനികരുമായിട്ടുള്ള കല്യാണാലോചന വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിന് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ കണ്ടതാണ് മനസ്സിലാക്കിയത്, ഇതിൻ്റെ എന്തോ കോംപ്രമൈസിങ് പൊസിഷനിലുള്ള കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോയോ ഏതാണ്ടൊക്കെ ഇവൻ എടുത്തു വെച്ചിട്ടുണ്ട്. 5-6 ബിറ്റ് ഫോട്ടോകളോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭീഷണിയുടെ ഇടപാടിലേക്ക് അവസാനം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വേറെ കല്യാണം ഉണ്ടെങ്കിൽ അത് അവൻ മുടക്കും. ഇതാണ് കാര്യം, നീ അങ്ങനെ പോകണ്ട. കാരണം ഇവന് ഇതിനെ അങ്ങ് വസ്തുക്ക് പിടിച്ച പ്രേമം അവൻ വേണം. അത് പ്രേമമൊന്നുമല്ല, യഥാർത്ഥത്തിൽ കാമം എന്നേ നമുക്കതിനെ പറയാൻ ഒക്കുള്ളൂ, പ്രേമമൊന്നും പറയാൻ പറ്റില്ല. ആ രീതി വന്നു. പെണ്ണിന് ഇതിന് അങ്ങനെ വേണ്ടെങ്കിൽ അവനങ്ങ് പോയാൽ പോരെ, അത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. ഈ രീതിയിലേക്ക് അങ്ങ് മാറി. ആ ബന്ധം അങ്ങനെ ആയപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ നിർവാഹമില്ലാതെ ഇതെങ്ങാണ്ട് കുറച്ച് ആദ്യം
ഏതാണ്ട് 56 പാരസെറ്റമോളോ എങ്ങാണ്ടും. പാരസെറ്റമോൾ എന്തെന്നാലും ആരും ചാവുകയില്ല, ഈ ഇതിൻ്റെ ലിവറൊക്കെ അടിച്ചു പോകുന്നുള്ളേ ഉള്ളൂ കാലക്രമേണ. അതങ്ങാണ്ട് കലക്കി ഏതാണ്ട് മിറൻഡാക്കകത്തോ ഏതാണ്ടൊക്കെ കലക്കി കൊടുത്തു. അത് വാങ്ങിച്ച് കുടിച്ച് ഇട്ട് അവന് വേറെ പ്രശ്നമൊന്നും വന്നില്ല. അന്നപ്പോൾ അതിന് മനസ്സിലായി ഇതിന് വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അവനെ സൗകര്യമായിട്ട് വിളിച്ചിട്ട് അവന് കഷായം കൊടുത്തു. കഷായത്തിനകത്ത് എന്തോ വിഷം, എന്ത് വിഷമാണെന്ന് എനിക്കറിയില്ല, എന്തോ വിഷം കലർത്തി വിഷം ഒഴിച്ചു കൊടുത്തു. അത് അവസാനം ഇത് അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് വയ്യാതെ വന്ന് വീട്ടിൽ വന്ന് കിടപ്പായി. അങ്ങനെ അവിടുന്ന് അവസാനം എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യമൊന്നും ഇതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. ഇവന് നേരിട്ടൊന്നും പറയത്തില്ല. ഇവനെ ഇത് കഷായം കുടിച്ചെന്നോ ഇതൊക്കെ. അവസാനം ഇവൻ്റെ അനുജൻ ഒരു പയ്യനെ ഏതാണ്ട് ആയുർവേദത്തിന് പഠിക്കുന്നോ ഏതാണ്ട് ഉണ്ട്, വിദ്യാർത്ഥിയെ കണ്ടാണ്. അപ്പോൾ അവനെ ചോദിച്ചു മനസ്സിലാക്കി ഇതെന്താണെന്ന്. അപ്പോൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ കഷായം കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കഷായം ഏതാണെന്നൊക്കെ ആയി. അതൊക്കെ നോക്കി. ഏതായാലും അവൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നാശപ്പെട്ടു. അവിടെ ആശുപത്രി കിടന്ന് ഏതോ 5 or 6 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചു. ഇതാണ് സംഭവം, ഫാക്ട്സ് ഇതാണ്. ഇത്രയൊക്കെ പറഞ്ഞ സാറിന്, ഈ കേസിനെ കുറിച്ച് ഇത്രയൊക്കെ സ്റ്റഡി നടത്തിയ സാറിന് ആ വിഷം എന്താന്ന് പോലും അറിയില്ല. സാർ അത് മാത്രം പഠിച്ചിട്ടില്ല. എന്തൊരു വിഷം ആ പാവടെ ഈ ചിന്ന പൊണ്ണ് കലക്കി കൊടുത്ത് അവൻ ഭീകരൻ അത് കുടിച്ചു. മനസ്സിലായി? ഷാരോൺ ഭീകരൻ അത് കുടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പലർക്കും പല തോട്ടാവാം. ഓക്കെ, എനിക്കിപ്പോൾ ചില കേസുകൾ കേൾക്കുന്ന സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഓ ഇതിനാണ് ഇപ്പോൾ ഇത്രയും ശിക്ഷിച്ചേ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? മനസ്സിലായി? ഈ പറഞ്ഞ ഷാരോണാണ് ഈ പറഞ്ഞ ഗ്രീഷ്മയെ വിഷം കൊടുത്ത് കൊന്നേന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? ഞാനടക്കം ഈ കമാൽ പാഷടക്കം എല്ലാവരും ഇറങ്ങി തിരിച്ച് തീർത്ത് കളയണം അവനെ, വെച്ചേക്കരുത് അവനെ എന്ന് പറയില്ലേ സർ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കമാൽ പാഷ മാത്രമല്ല, ഇതിൽ സംസാരിക്കുന്ന ഒരുപാട് പേരോട് പറയാനുള്ളത്, അതായത് ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് റെയർ ആവില്ല, റെയർ ഓഫ് ദ റെയറസ്റ്റ് ആയിട്ട് തോന്നില്ല, റെയർ എമംഗ് ദ റെയർ ആയിട്ട് തോന്നില്ല, അതൊന്നും നിങ്ങൾക്ക് തോന്നില്ല. എനിക്കിതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് ഞാൻ പറഞ്ഞുതരാം. ഈ പയ്യൻ മരിക്കുന്നത് വരെ ഈ പെൺകുട്ടി എവിടെയും പറഞ്ഞിട്ടില്ല. മരിക്കാൻ നേരത്താണ് ഇന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായി, എന്നാലും കുറ്റപ്പെടുത്തിയിട്ടില്ല. മരണമൊഴിയിൽ എവിടെയും ഇവളാണ് തന്നേ അല്ലെങ്കിൽ കൊന്നേന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സർക്കംസ്റ്റാൻസ് വെച്ചിട്ടുള്ള എവിഡൻസുകളാണ് ഇതിനകത്തുള്ളത്. ഇവൻ്റെ മരണമൊഴിയില്ല. രണ്ടാമത്തെ കാര്യം, മാറിപ്പോയ ഒരുത്തനാണ്. ഈ പെൺകുട്ടിക്ക് വേറൊരു ജീവിതം വന്നു കിട്ടി എന്ന് കണ്ടപ്പോൾ അവളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയ ഒരാളെ ഇവള് ഈ പറഞ്ഞ തേനിൻ്റെ മുകളിൽ തേനും പുരട്ടി വിളിച്ച് കൊണ്ടുവന്നിട്ട് വിഷം കൊടുത്തു കൊന്നതാണ്. ഇതെന്താ പറയുക, ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുറേ ആണുങ്ങൾക്ക് ഒരു തിങ്കറാണ്. സ്നേഹിക്കാം, ഇഷ്ടപ്പെടാം, കണ്ണടച്ചിട്ടാവരുത്. മനസ്സിലായോ? കണ്ണടച്ച് വിശ്വസിക്കരുത്. ചിലർ പണിയും. അങ്ങനെ പണിഞ്ഞിട്ട് പോവാൻ സാധ്യതയുള്ളതോ ഇനി പണിഞ്ഞിട്ട് പോവാൻ നോക്കി നിൽക്കുന്നതോ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരു വാർണിംഗ് ആണ്. ഓക്കെ, അത് ആ രീതിയിൽ എടുക്കണം. അല്ലാതെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിളാണ്, കൊലക്കാരൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇന്നലെ ഒരു ദിവസം ഇവിടെ വന്ന വിധി, ആ വിധി അതിൽ നിന്ന് പേടി ചിലർക്ക് വന്നു കാണും. ആ പേടി തന്നെയാണ്, ഒരു പേടീൻ്റെ ആവശ്യമുണ്ട് സൊസൈറ്റിയിൽ. ചെറുതായിട്ടൊന്ന് പേടിക്കണം, പേടിപ്പിക്കണം. അതിൻ്റെ ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട്, അത് കിട്ടട്ടെ.